നമസ്കാരം. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ. 24 മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നാണ് ഷാഫി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു തീരുമാനം. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ശൈലജ തന്നെ പിന്നീട് പ്രതികരിക്കുന്ന അവസ്ഥയുമുണ്ടായി. വടകരയിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇത് പ്രചാരണത്തിലും പ്രതിഫലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസിലും പ്രസക്തി കൂടുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഷാഫി വക്കീൽ നോട്ടീസ് പറയുന്നുണ്ട്. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിച്ചെന്ന ആരോപണത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് താൻ ആക്ഷേപം കേട്ടതെന്നും ഉമ്മയില്ലേ എന്ന ചോദ്യം വരെ കേട്ടെന്നും ഷാഫി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് മറ്റെന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറയുന്നു. വ്യക്തിപരമായി ആരോടും പ്രശ്നമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിലെ നിലപാടടക്കം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് പോകുന്നത്. വിവാദങ്ങൾ എതിരായി വന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് ഭവിച്ചതെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞതെന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കെ ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ പക്ഷെ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്ന് ഷാഫി ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന്, എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചിഴച്ചു എന്നാണ് ഷാഫി പറയുന്നത്. സോഷ്യൽ മീഡിയ ഇമ്പാക്ട് UDFന് അനുകൂലമാകുമെന്നും ഷാഫി കരുതുന്നുണ്ട്. വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നതേയില്ല. പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയൊലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ വിവാദവും CPMന് തിരിച്ചടിയാകുന്നു എന്നത് തന്നെയാണ് വസ്തുത. തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നാണ് പറഞ്ഞതെന്നും വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കെ ശൈലജ വ്യക്തമാക്കിയതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദം ആളിക്കത്തുകയാണ്. എന്റെ വടകര KL18 എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേസ്ബുക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്റുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു. എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത്, ഇതായിരുന്നു 15-ന് ശൈലജ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു കൊണ്ടുവന്നു. എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്, വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്നാണ് ശൈലജയുടെ പുതിയ വാദം. ഈ 2 വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നത്. ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അശ്ലീല ചിത്രം എന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചു എന്നാണ് CPM നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത്. എന്തായാലും ഈ വാഗ്വാദങ്ങൾ എവിടെ എത്തുമെന്ന് വോട്ടെടുപ്പിന് ശേഷം മാത്രമേ പറയാനാകൂ. ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ പക്വമായ രീതിയിലേക്ക് കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്നയാളെന്ന രീതിയിലാണ് എല്ലാവരും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദം കൊണ്ടുവരുമ്പോഴും ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതും ഇത് തന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശൈലജ ടീച്ചറെ പറഞ്ഞ് പ്രേരിപ്പിച്ചു ചെയ്തതായിരിക്കാം. പക്ഷേ അങ്ങനെ പ്രേരിപ്പിക്കുമ്പോഴും അങ്ങനെ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരാളാണ് കെ ശൈലജ എന്ന് കേരളം കരുതിയിരുന്നില്ല. അവിടെയാണ് ഇടിവ് വരുന്നത്. അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിബിംബം അത് ഉടഞ്ഞു പോവുകയായിരുന്നു. കെ ശൈലജക്ക് തന്നെയായിരുന്നു വടകരയിൽ അല്പം ജനപ്രീതി ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ മുരളീധരൻ ആയിരുന്നെങ്കിൽ ഇഞ്ചോടിഞ്ചും മത്സരമായിരുന്നു. ഷാഫി വരുമ്പോഴും ഷാഫിക്ക് പോലും അതിൽ ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല, താൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. മാക്സിമം വോട്ട് പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ഷാഫിയുടെ ലക്ഷ്യം. പക്ഷേ പാനൂരിലെ ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ അശ്ലീല വീഡിയോ പ്രചാരണം എന്ന ആരോപണവും അത് UDFന് തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇത്തരം നടപടികൾക്ക് മുതിരും മുമ്പ് ഇനിയെങ്കിലും ഇത്തരം ചെറ്റ നടപടികൾ CPMന് അവസാനിപ്പിച്ചുകൂടെ എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. ശൈലജ ടീച്ചറെ പോലെ ഒരു വ്യക്തി അത് എന്തിന്റെ പേരിലാണ് ഏറ്റുപിടിച്ചത് എന്നതുകൂടി ചിന്തിച്ചു നോക്കണം.
നന്ദി.